ബി.ജെ.പി കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിൽ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് ശ്രീ കെ.എസ്. രാധാകൃഷ്ണനാണ്. കെ.എസ്. രാധാകൃഷ്ണൻ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് വന്ന ആളാണ്. മുൻ PSC ചെയർമാനും മറ്റുമായിരുന്നു. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. പക്ഷേ 25-അംഗ കോർ കമ്മിറ്റിയിൽ രാധാകൃഷ്ണന്റെ പേരില്ല. അത് ധീവര സമുദായങ്ങളെ പാർട്ടി അവഗണിക്കുന്നതിന് തെളിവാണ് എന്ന് കെ.എസ്. രാധാകൃഷ്ണൻ തുറന്നടിച്ചു. കേരളത്തിൽ ബി.ജെ.പി പച്ച പിടിച്ചത് തീരമേഖലകളിലാണെങ്കിലും ധീവര സമുദായങ്ങൾക്ക് ബി.ജെ.പിയിൽ വളർച്ചയില്ല എന്നും പറഞ്ഞു. കോർ കമ്മിറ്റിയിലുള്ള ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ പ്രസംഗം. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ സംസ്ഥാന നേതൃയോഗത്തിലാണ് നേതൃത്വത്തിനെതിരെ കെ.എസ്. രാധാകൃഷ്ണൻ ആഞ്ഞടിച്ചത്. നരേന്ദ്രമോദിയോടൊപ്പം പ്രവർത്തിക്കുമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് താൻ ബി.ജെ.പിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ധീവര സമുദായങ്ങളുടെ വളർച്ച തടയുന്ന ഒരു പാർട്ടിയായി, അല്ലെങ്കിൽ അവരെ വളരാൻ സഹായിക്കാത്ത ഒരു പാർട്ടിയായി ബി.ജെ.പി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. 9 വയസ്സിൽ അച്ഛനോടൊപ്പം കടലിൽ പോയാണ് തന്റെ ജീവിതം താൻ ആരംഭിച്ചത്. അതിനുശേഷം നിരവധി സ്ഥാനമാനങ്ങളിലേക്ക് താൻ എത്തി. PSCയുടെ ചെയർമാനായും ഒപ്പം തന്നെ വൈസ് ചാൻസലറായും ഒക്കെ താൻ സേവനമനുഷ്ഠിച്ചു. പക്ഷേ ഇത്രയും അധികം അനുഭവ പാരമ്പര്യം തനിക്കുണ്ടായിട്ടും തന്നെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പുതിയ നേതൃത്വം സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടും ജംബോ കോർ കമ്മിറ്റി ഉണ്ടായിട്ടും അതിൽ തന്നെ പരിഗണിക്കാത്തതിലെ പ്രതിഷേധമാണ് അദ്ദേഹം ഈ യോഗത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. കോർ കമ്മിറ്റി അംഗവും പാർട്ടി നേതാവുമായ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം തന്റെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. താനടക്കം പല ധീവരസഭാ നേതാക്കളെയും അർഹിക്കുന്ന രീതിയിൽ ആ പാർട്ടി പരിഗണിക്കുന്നില്ല എന്ന ആരോപണമാണ് പങ്കുവച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വിവാദം. ഹൈന്ദവ സംഘടനകൾക്ക് കടുത്ത എതിർപ്പ്. സംഘപരിവാർ സംഘടനകളെ ഒഴിവാക്കി ഹിന്ദു സമുദായ സംഘടനകളെ പങ്കെടുപ്പിച്ച് സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20-നാണ്. SNDP, NSS, മലയാര സംഘം തുടങ്ങി ഹിന്ദു സമുദായ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിനെതിരെ പരസ്യ എതിർപ്പ് സംഘപരിവാർ സംഘടനകൾ ആദ്യം മുതൽ തന്നെ. ഇന്ന് കുറച്ചുകൂടി VHP ഒന്ന് കടുപ്പിച്ചു. ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനുള്ള സംഘപരിവാർ സംഘടനകളുടെ നീക്കത്തിന് തടയിടുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. പക്ഷേ CPM ഇതിനെ എതിർത്തത് ഇപ്പോൾ ശബരിമലയിൽ വലിയ കാര്യമായ നോട്ടമൊന്നും സംഘപരിവാർ സംഘടനകൾക്കില്ല എന്ന് പറഞ്ഞാണ്. വിനോദ്, ഇത് ഇപ്പോൾ കാര്യമായി നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. സർക്കാരിന് വിശ്വാസികളെ അടുപ്പിക്കുക എന്ന ലക്ഷ്യമൊക്കെ ഉണ്ടാകാം. ഏതൊക്കെ തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? ഒപ്പം സംഘപരിവാർ സംഘടനകളുടെ എതിർപ്പ് എങ്ങനെയാണ്? രഞ്ജിത്ത്, ഈ മാസം 20-നാണ് ഈ ആഗോള സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3000-ഓളം പ്രതിനിധികൾ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന കണക്കാണ് സർക്കാർ പുറത്തുവിടുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. നമുക്കറിയാം, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടർന്ന ശേഷം നടന്ന 2019-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അതിൽ LDF അമ്പേ പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ആലപ്പുഴയിൽ മാത്രമാണ് ഒരു വിജയം നേടാൻ കഴിഞ്ഞത്. അന്ന് ഈ ശബരിമല വിഷയം വലിയ തോതിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് CPM വിലയിരുത്തിയത്. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ഉൾപ്പെടെയുള്ളവർ അത് ബാധിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് അവരുടെ പ്രസ്താവനകൾ പുറത്ത് പറഞ്ഞതും. ഏതായിരുന്നാലും മറ്റൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു. അതിലും LDFന് വലിയ തിരിച്ചടി ഉണ്ടായി. പക്ഷേ ഈ ശബരിമല വിഷയം പ്രതിഫലിച്ചോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് തൊട്ടു മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം LDFന് ഉണ്ടാവുകയും ചെയ്തു. അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ നേട്ടം ഉണ്ടാകുമ്പോഴും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ തുടരെ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഏതായിരുന്നാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് CPM നേരിടുന്ന വലിയ പ്രതിസന്ധി ഉണ്ട് എന്നത് വസ്തുതയാണ്. ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്ന ശേഷമാണ് അത്തരമൊരു പ്രതിസന്ധി പാർട്ടി നേരിട്ടതും. അത് മറികടക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമായി ഇപ്പോഴത്തെ നടപടികളെ വിലയിരുത്തുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വരുന്നതിന് പിറകിലും അവർ ഇതിൻ്റെ ഒരു ആത്മാർത്ഥതയാണ്, സർക്കാരിൻ്റെ ഈ ഇടപെടലിലെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ എന്ത് ആത്മാർത്ഥതയാണ് സർക്കാരിനുള്ളത്? ശബരിമലയിൽ എത്തുന്ന സാധാരണ ഭക്തർക്ക് പോലും അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ സർക്കാർ പരാജയപ്പെടുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലൊരു പരിപാടി എന്ന ചോദ്യം. മാത്രമല്ല, ഒരു മതേതര സർക്കാർ എന്ന പ്രതിച്ഛായയുള്ള ഇടത് സർക്കാർ എന്തിന് ഒരു മതവിഭാഗത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള
വേണ്ടിയിട്ടുള്ള ഇത്തരം പരിപാടി നടത്തുന്നു എന്ന ചോദ്യം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി മറ്റൊരു സംഗമം കൂടി നടത്തുമോ എന്ന ചോദ്യം കൂടി ഈ ഹൈന്ദവ സംഘടനകൾ അവിടെയാണ് സംഘപരിവാർ സംഘടനകൾ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ശബരിമലയിലൊക്കെ സ്ത്രീ പ്രവേശനത്തിന് ഒരു സമയത്ത് മുൻകൈ എടുത്ത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ പുതിയ നീക്കത്തെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതും. നമുക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. മൂന്ന് വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത നായക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് CCTV-യിൽ പതിഞ്ഞത്. തിരുനായക്കൂട്ടത്തിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടത് വളരെ ഭാഗ്യം കൊണ്ടാണ്. വീട്ടുപടുത്ത് കളിക്കുന്ന കുട്ടിക്ക് നേരെയാണ് തെരുവുനായ പാഞ്ഞെടുത്തത്. മലപ്പുറം വേങ്ങര AR നഗറിലാണ് ഈ സംഭവം ഉണ്ടായത്. CCTV ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം.